വെൽക്കം ബാക്ക് ടു വിദ്യ യൂട്യൂബ് ചാനൽ. 6th സ്റ്റാൻഡേർഡിലെ 2ാം യൂണിറ്റിലെ കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠഭാഗമാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തൊഴിൽ തേടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതം അടുത്തറിഞ്ഞ ഒരു അറബി എഴുത്തുകാരൻ്റെ രചനയുടെ പരിഭാഷയാണ് ഈ കഥ. കോയയുടെ ചെറിയ വസ്തുക്കൾ. ഒരു കപ്പു കാപ്പി കുടിച്ച് അല്ലലില്ലാത്ത മനസ്സുമായി അയാളിരുന്നു. ആ ദിവസം ഭാര്യയിൽ നിന്നും ലഭിച്ച മനസ്സു നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. രാവിലെ മാർക്കറ്റിൽ പോയി. ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി അവിടെയെങ്ങും തെരുവുകച്ചവടക്കാർ ഇടം പിടിച്ചിരുന്നു. എല്ലാതരം വസ്തുക്കളും അവർ വിൽപ്പനയ്ക്കു വെച്ചിരുന്നു. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും വസ്തുക്കൾ, അടിവസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും. പുറത്തേക്ക് പോകുന്നതിനു കുറച്ചു മുമ്പ് വരെ അയാൾ സംശയിച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ ചോദിച്ചു, "മുതലാളി, 100 ദിർഹം തരാമോ? മാസാവസാനം തിരിച്ചു നൽകാം." 100 ദിർഹം അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി. തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞു. 100 ദിർഹം നോട്ട് പുറത്തെടുത്ത് വിരലുകൾക്കിടയിൽ മുറുക്കി പിടിച്ചു. കൊടും ചൂടത്ത് ആ നോട്ട് വിയർപ്പിൽ നനഞ്ഞിരുന്നു. കോയ വസ്ത്രക്കൂമ്പാരങ്ങളിലേക്ക് നോക്കി, അന്താളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ച പെട്ടിയിൽ തങ്ങി നിന്നു. അതിൽ കുട്ടിയുടുപ്പും ട്രൗസറും മുന്നാരത്തുണിയുമാണുണ്ടായിരുന്നത്. അയാൾ അതെടുത്തു. അതിൽ നിന്ന് പറഞ്ഞറിയിക്കാനാവാത്തൊരു സുഗന്ധമുയരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. വില നൽകി കുട്ടിയുടുപ്പിൻ്റെ കൂട് നെഞ്ചോടു ചേർത്തു പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ഓർത്തത്. ആ ചിന്ത അയാളെ അടുത്ത കടയിലേക്കു നയിച്ചു. അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നിട്ട് എത്രയോ നാളായിരുന്നു. എന്നാൽ ഇന്നലെ വന്ന കത്തിൽ സുവാർത്തയായിരുന്നു. അതായത് നല്ല സുവാർത്ത എന്ന് പറഞ്ഞാൽ നല്ല വാർത്തയാണ്. ഇതുവരെ അദ്ദേഹത്തിനെ തേടി ജോലി ചെയ്യുന്നിടത്തേക്ക് ഒരു തരത്തിലുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടും ഒരു കത്ത് പോലും വന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നല്ലൊരു വാർത്ത വന്നിരിക്കുന്നു. വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ആ കത്ത്, അതായിരുന്നു ആ നല്ല വാർത്ത. ആ കത്ത് അയാൾ വീണ്ടും വായിച്ചു. സന്തോഷം അടക്കാൻ വയ്യാതെ അദ്ദേഹം ആ നല്ല വാർത്ത വീണ്ടും വായിച്ചു കൊണ്ടിരുന്നു. അയാളുടെ വിശ്വാസങ്ങൾക്ക് ചൂടേറി. അയാൾ കത്തിൽ ഉമ്മ വെച്ചു. കടലാസ് നിവർത്തി മറുപടി എഴുതാൻ തുടങ്ങി. ഭാര്യയുടെ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: "1 മാസത്തേക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാനാകില്ല. അതിനാൽ വീട്ടുചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുമുള്ള പണം മുഴുവനായും അയക്കണം." "അത് കുഴപ്പമില്ല," അയാൾ മനസ്സിൽ പറഞ്ഞു. മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത്: "അവന് അബ്ദുള്ളക്കോയ എന്നു പേരിടുക. അല്ലെങ്കിൽ ഈ
വേണ്ട വേണ്ട മുഹമ്മദ് കോയ, നീ അവനൊരു പേരു കണ്ടുവച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്നുണ്ട്. പക്ഷേ നിനക്കറിയാമല്ലോ, എനിക്കാകെ ചെയ്യാൻ കഴിയുക ഇവിടെ ജോലി ചെയ്യുക എന്നതു മാത്രമാണ്. അപ്പം എന്താണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഭർത്താവ്, അദ്ദേഹം എന്താണ് ഭാര്യയെ വിട്ട് പിരിഞ്ഞിട്ട് വിദേശത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വിദേശത്ത് വന്നതിന് ശേഷവും കേൾക്കുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞുണ്ടാവുന്നു എന്നുള്ള കാര്യമാണ്. അങ്ങനെ വളരെ സന്തോഷിക്കുകയാണ്. അപ്പോൾ എന്താണ്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ കഥ സമർപ്പിച്ചിരിക്കുന്നത്. അവർ എന്താണ് സ്വന്തം കുടുംബാംഗങ്ങളെ വിട്ടിട്ട് അവർക്ക് വേണ്ടി സന്തോഷിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ്. പക്ഷെ അവർക്ക് കൂടെയുള്ള സ്നേഹിക്കുന്നവരെ കാണാനൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷമം. അയാൾ എഴുത്തു നിർത്തി. എന്നിട്ട് ഭാര്യയ്ക്ക് അദ്ദേഹം എന്താണ് കത്തെഴുതുകയാണ്. ഭാര്യയുടെ കത്ത് കിട്ടിയപ്പോൾ മുതലാളിക്കടുത്തേക്ക് ഓടിച്ചെന്നു. ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഓർത്തു. മുതലാളി, എനിക്കൊരു മകൻ പിറന്നു. മൂത്തത് ഒരാൺകുട്ടി ആയിരുന്നു. ഒരു കുഞ്ഞുണ്ടായി എന്ന് സന്തോഷത്തോടു കൂടി കത്ത് വന്നപ്പോൾ പോയി പറയുകയാണ് ഉണ്ടായത്. മുതലാളിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു. അവൻ എന്താണ്, മൂത്തത് എനിക്കൊരാൺകുട്ടിയായിരുന്നു. അവൻ എന്തായി, ട്രെയിൻ തട്ടി മരിച്ചു. അങ്ങനെ ജീവിതത്തിൽ കുറേ വിഷമങ്ങൾ മാത്രം അനുഭവിച്ചൊരു കഥാപാത്രമാണ്. 14 കൊല്ലം മുമ്പ് ഇതാ ഇപ്പോൾ മുതലാളി അയാളെ അഭിനന്ദിച്ചു കടന്നുപോയി. കോയ അവിടെ നിന്നു. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. അയാൾ കത്തിൽ കൂട്ടിച്ചേർത്തു. കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്നു കാണാൻ ഞാൻ ശ്രമിക്കും. എന്താണ്, വിദേശത്തുള്ളവർക്ക് എന്താണ് അകലത്ത് നിൽക്കുന്ന ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ എന്താണ് അത്രയും ആഗ്രഹം കാണും. അങ്ങനെ അവർ വരാൻ വേണ്ടി ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഹസ്ബൻഡ് കത്തെഴുതുകയാണ്. അങ്ങനെ സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നത്. കുഞ്ഞിനെ നന്നായി നോക്കുക. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്താവാണ്, ഭർത്താവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സാവധാനം എഴുത്തു നിർത്തി. അയാൾ ഭാര്യയ്ക്കു വാങ്ങിച്ച സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു. രാത്രി 9 മണിയായി. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. അവിടെ ഉണ്ടായിരുന്ന ടങ്കുപെട്ടിയും നിറം മങ്ങിയ മരവിച്ചു മൊഴിച്ചു. എന്താണ്, തറ വിരിപ്പു മൊഴിച്ച്. എന്താണ് സംഭവിച്ചത്? രാത്രി 9 മണിയായി. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. അവിടെ ഉണ്ടായിരുന്ന ട്രങ്കുപെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പു മൊഴിച്ച്. മറ്റിടങ്ങളെല്ലാം ശൂന്യമായിരുന്നു. അയാൾ ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആരോ മുട്ടി വിളിച്ചു ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നില്ലേ? അയാൾ പ്രിയപ്പെട്ട വസ്തുക്കൾ മുറിയിൽ വെച്ച് മുരളി ജോസഫ്, സിംഗ്, ഉറുൽ സിംഗ് സാഹിബ് എന്നിവരോടൊപ്പമായിരുന്നു. കുബൂസ്, റൊട്ടിയും കറികളും മുന്നിലുണ്ടായിരുന്നു. അയാൾ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവർ അതു ശ്രദ്ധിച്ചതേയില്ല. 14 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം അവൻ വന്നു. ദൈവമേ, ഞാൻ സന്തുഷ്ടനാണ്. മുറിയിൽ തിരിച്ചെത്തി. അയാൾ കത്തെഴുത്തു തുടർന്നു. 14 വർഷങ്ങൾ. അവൻ വന്നു. അവന് നിനക്കിഷ്ടമുള്ള പേരിടുക. എന്താണ്, 14 വർഷത്തിന് ശേഷം ഒരു മകൻ മരിച്ചു പോയിട്ട് ഇദ്ദേഹത്തിന് 14 വർഷമായി. 14 വർഷത്തിന് ശേഷം വേറൊരു മകന് ഉണ്ടാവുകയാണ്. ദൈവം മുഹമ്മദ് കോയക്കു പകരം തന്നതാണ് അവനെ. 14 വർഷങ്ങൾക്കു
മുമ്പ് ഇരുമ്പു പാളങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയക്കു പകരം. അതായത് റെയിൽവേ ട്രാക്കിൽ മരിച്ച മകന് പകരം തന്നതാണ് ഇപ്പം കിട്ടിയ മകൻ എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പിറ്റേന്ന് അയാൾ പാഴ്സലുമായി തെരുവിലേക്കിറങ്ങി. മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാത്രമാണ് അയാൾ ഓർത്തത്. അയാളുടെ ഭാര്യ പാഴ്സൽ തുറന്ന് കത്ത് വായിച്ചു വിതുമ്പും. ഇളം പൈതലിനോട് പറയും, നിന്റെ ഉപ്പ ഇതാ നിനക്ക് കുഞ്ഞുടുപ്പുകൾ കൊടുത്തയച്ചിരിക്കുന്നു. മാസം പകുതിയേ ആയിട്ടുള്ളൂ. അടുത്തൊന്നും നാട്ടിലേക്കു പോകുന്ന കാര്യം അയാൾ ആലോചിച്ചിട്ടേയില്ല. അതിനാലാണ് പാഴ്സൽ അയക്കാനുള്ള തീരുമാനത്തിൽ കോയ എത്തിയത്. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വിദ്യാ ചാനൽ എത്തുന്നതാണ്. ക്ലാസ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് 2-3 തവണ ഈ പാഠഭാഗം വായിക്കേണ്ടതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.